ഇന്ന് നമുക്കൊരു ഇഞ്ചിക്കറി ആയാലോ? പണ്ട് അമ്മ ഇഞ്ചിക്കറി വെക്കുമ്പം എനിക്ക് പ്രത്യേകം ഇഞ്ചിക്കറി മാറ്റുമായിരുന്നു കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഇഞ്ചിക്കറിക്ക് കുറച്ച് മധുരം കൂടുതൽ വേണമായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം മാറ്റിയിട്ട് എനിക്ക് അവസാനം കുറച്ച് മധുരം കൂടി ഇട്ട് അമ്മ ഇഞ്ചിക്കറി മാറ്റി വെക്കുമായിരുന്നു. കല്യാണത്തിന് ശേഷം എൻ്റെ ശീലം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴെനിക്ക് കൂട്ടായിട്ട് എൻ്റെ നാത്തൂനും കൂടെ ഉണ്ടായിരുന്നു. നാത്തൂനും എന്നെ പോലെ തന്നെ കുറച്ച് മധുരം കൂടുതൽ വേണ്ട ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി അപ്പോഴും മധുരം കുറച്ച് കൂട്ടിയായിരുന്നു ഇഞ്ചിക്കറിക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആ ഇഞ്ചിക്കറി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്നേ വിചാരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കൊച്ചുള്ളിയും ഒന്ന് എണ്ണയിൽ വറുത്ത് കോരി എടുത്ത് അതൊന്ന് പൊടിച്ച് മാറ്റി വെച്ചേരെ. എന്നിട്ട് നമുക്ക് ഇരുമ്പെട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇട്ട് ഇതൊന്നും എൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്തോ. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളവും ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ മുമ്പേ പൊടിച്ച് വെച്ച് ഇഞ്ചിയുടെയും കൊച്ചുള്ളിയുടെയും കൂട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള മധുരവും കൂടെ ചേർത്ത് ഇളക്കിയാൽ നമ്മളെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.